അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ബ്യൂറോക്രസിയുടെ തടവുകാരനാകാതെ ഇതാ ഒരു മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ജനങ്ങളെ മുഖാമുഖം കണ്ട് അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഉടനടി പരിഹരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ CKR-നും ജില്ലാ കളക്ടർ കുമാരി സോണി ചെറിയാനും ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ബഷീറിനും എന്റെ സ്വന്തം പേരിലും ഈ നഗരസഭയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്ത പരാതിക്കാരെ വിളിക്കുകയാണ്. കോഴിക്കുന്നേൽ ചെറിയാൻ മത്തായി, വരൂ. എന്താടോ തന്റെ പ്രശ്നം? പട്ടയം. പട്ടയം. കൈവശാവകാശ പാട്ടത്തിന്റെ പേര് പറഞ്ഞ് ഇളംകുന്നം കോവിലകത്തെ കഞ്ഞുകുടി മുട്ടിച്ചവനാണിവൻ. 1-2 ഏക്കറല്ല, 400 ഏക്കറാണ്. തമരാക്കന്മാരൊക്കെ തെരുവില് നിത്യപൂജയ്ക്ക് വിഷമിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ. അമ്പലക്കുളം നികത്തിയാൽ അവിടെ ഓർക്കിഡ് പുഷ്പങ്ങൾ നന്നായിട്ട് വളരും. അതല്ലേടോ തന്റെ പ്രശ്നം? അവിടെ എനിക്ക് ചില പരാതികളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഹരിച്ചു തരണം. മിസ്റ്റർ വിശ്വനാഥൻ, നേരത്തെ രജിസ്റ്റർ ചെയ്ത പരാതികൾ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ വെറും തട്ടിപ്പാണ്. മുൻകൂട്ടി വായിച്ചുറപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത പരാതികൾ കീറിക്കളഞ്ഞ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് വെറും പ്രഹസനമാണ്. വിധവാ പെൻഷൻ അപേക്ഷിച്ച് ആരുടെയെങ്കിലും പേരുകൾ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ മേയറെ? ഉണ്ടാവില്ല. വിധവാ പെൻഷന് കമ്മീഷൻ അടിക്കുന്ന ചീപ്പല്ലേ. എനിക്കൊരു പ്രശ്നമുണ്ട്. ചന്ദ്രദാസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ. അന്യായമായ ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം. പറ്റുമോ? കാര്യങ്ങളുടെ എല്ലാ വശവും പഠിക്കാതെ ഒരു തീരുമാനം പറയാൻ പറ്റില്ല. പഠിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പഠിക്കാം. അതിന് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ചന്ദ്രദാസ്, നിങ്ങളെ സസ്പെൻഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് ജനങ്ങൾ കൂടെ അറിയട്ടെ. വേണ്ട സർ, പ്ലീസ്. ഈ രാത്രി തന്നെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നാളെ നേരം വെളുത്ത പത്രങ്ങൾ മുഴുവൻ നമ്മളെ നാറ്റിക്കും. പ്രതിപക്ഷത്തിന്റെയും മറ്റേ ഗ്രൂപ്പുകാരുടെയും കുതന്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ ചെലവാകുകയില്ല. പുതിയ നീക്കുപോക്ക് എന്തെങ്കിലും കണ്ടെത്തണം ഈ രാത്രി തന്നെ. ഇല്ലെങ്കിൽ നാളെ മന്ത്രിസഭ ഉണ്ടാവില്ല. അടുത്ത ഇലക്ഷൻ നമ്മൾ ജയിക്കാനും പോകുന്നില്ല. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കേളുറൈറ്ററുടെയും CM-ന്റെയും വിഴുപ്പ് ഞങ്ങളൊക്കെ ചേർന്ന് അലക്കേണ്ട ഗതികേടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ലാഭമൊക്കെ എടുത്ത് ഞണ്ണിയവര് തന്നെ പ്രശ്നം പരിഹരിക്കേ. കേശവ, പരസ്പരം ചെളിവാരി എറിയാനുള്ള സമയമല്ലിത്. പറയാതെ എങ്ങനെ CKR? ചന്തക്കാട് വിഷനുമായി ശത്രുതയുള്ളത് പാർട്ടിക്കല്ല, കേളൂറൈറ്റർക്കാ. ഇയാൾ തന്നെ പറഞ്ഞിട്ടല്ലേ പാണ്ഡ്യനാട്ടിലെങ്ങാണ്ട് കറങ്ങി നടന്നിരുന്ന ഇയാളുടെ മരുമകനെ ഇവിടെ പോലീസ് കമ്മീഷനായിട്ട് പ്രതിഷ്ഠിച്ചത്. പ്രതിപക്ഷത്തിന്റെയോ മറ്റേ ഗ്രൂപ്പുകാരുടെയോ കാശ് വാങ്ങിച്ചോണ്ട് റൈറ്റർ മന്ത്രിസഭയെയും പാർട്ടിയെയും ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എഴുത്തുമായനെ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ കുറച്ച് മുതലുണ്ടാക്കി. കൂടെ ശത്രുക്കളെ മിത്രങ്ങളെ ഉണ്ടാക്കി. മരിക്കുന്നവരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മിത്രമായിട്ടും ശത്രുവായിട്ടും. എന്റെ കണക്കൂട്ടിൽ പഠിച്ചെങ്കിൽ അത് ഞാൻ തന്നെ ശരിയായിക്കോളാം. ഈ കൈയുടെ ശക്തി കൊണ്ടാണ് CKR താൻ ഇന്ന് തന്റെ വണ്ടി ഓടിക്കുന്നത്. ഇന്ന് രാത്രി തന്റെ സീറ്റ് ഞാനിരിക്കാം. സത്യപ്രതിജ്ഞ ഒന്നും വേണ്ട.
ഇന്നൊരു രാത്രി കേളറായിട്ടൊന്ന് ഭരിച്ചു നോക്കട്ടെ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്താ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ മിസ്റ്റർ ശങ്കർ? ഉണ്ടല്ലോ. മാഡം വിളിച്ചിരുന്നോ? ചിലപ്പോ റോങ് നമ്പർ പോയി കാണും. എന്താ മാഡം? ബാംഗ്ലൂരിൽ നിന്ന് വിക്ടർ ഡിസൂസയും ഗാങ്ങും സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് ഫോഴ്സ്. വിക്ടർ ഡിസൂസയോ? ആരാണ് അയാൾ? മിസ്റ്റർ ശങ്കർ, ഡോണ്ട് പ്ലേ ഗെയിംസ് വിത്ത് മീ. ഒബേ മൈ ഓർഡേഴ്സ്. ഹു ആർ യു ടു ഓർഡർ മീ? സ്റ്റുപ്പിഡ്. ജില്ലാ കളക്ടറെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്. ഐ ആം സോറി. മാഡം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യു ആർ നോട്ട് അറ്റ് ആൾ എ ഡിസ്ട്രിക്ട് കളക്ടർ നൗ. RDOക്കാണ് കളക്ടറുടെ ചാർജ്. കളിമൺ വ്യവസായ കോർപ്പറേഷൻ ചെയർമാന്റെ ഓർഡേഴ്സ് സിറ്റി പോലീസ് കമ്മീഷണർ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. ട്രാൻസ്ഫർ ഓർഡർ കണ്ടില്ലേ? സ്ത്രീയല്ലേ, അർദ്ധരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കാണും. ഇതാ ഓർഡറിന്റെ കോപ്പി. I want to take revenge on Vishwan. He is my enemy now. എന്നെ അനുസരിക്കാതെ എന്നെ വഞ്ചിച്ചവനാണവൻ. നിങ്ങളെ മാത്രമല്ല എന്നെ വഞ്ചിച്ചവനാ. നിങ്ങളയച്ച് ചരക്കവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് സ്റ്റേഷൻ ആക്രമിച്ച് അത് മുഴുവൻ തട്ടിയെടുത്ത്. എത്ര ലക്ഷം രൂപയാ? ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം അവനോട്. He is saying that. No, I can understand. I lost my money, a lot of it. എനിക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ വന്ന്, ഐ മീൻ ഇൻ കേരള, ചന്തക്കാട് വിഷ്ണുമായി ഒരു ഗാങ് വാർ വിൻ ചെയ്താൽ വാട്ട് ഇസ് ദി ബെനിഫിറ്റ്? ടെൽ മീ. അച്ഛാ, അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായടാ. തല പോകുന്ന കാര്യം ഏത് ഭാഷ പറഞ്ഞാലും നിന്റെ തന്തയ്ക്ക് മനസ്സിലാവും. ആ പെട്ടിങ് എടുത്ത്. നിങ്ങൾ അയച്ച ചരക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിന്റെ പൈസ ഞാനങ്ങ് തരിക. പക്ഷേ ചന്തക്കാട് വിച്ചോന്റെ ശവം എനിക്ക് കാണണം. ഒക്കോ സാഹിബേ? മിസ്റ്റർ ഡിസൂസ, he is saying that he wants to. കാശ് മുമ്പ് വെച്ചോണ്ട് എന്തിനാ മറുഭാഷ പറയുന്നേ? അയക്ക് കാര്യം മനസ്സിലായില്ലേ? ആലോചിക്കാനൊന്നും സമയമില്ല. ആ വിച്ചോന്റെ കൂടെ എന്റെ മരുമോനും കാണും. തനിക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തെളിയിക്കണം. എന്റെ മരുമോനാണെന്ന പരിഗണനയൊന്നും വേണ്ട. എനിക്ക് ഭാര്യയായവൻ മരുമോനാണെങ്കിലും വാഴണ്ട. വിഷ്ണു ഫോണ്. ഹലോ ഹലോ, സത്യം, എല്ലാം സത്യമാണ് ചന്ദ്ര. തന്തയെ കൊല്ലിക്കാനുണ്ടായ കുടുംബദ്രോഹി. എടീ, രാജു, മക്കളെ ചതി പറ്റിയടാ. ഗീത നമ്മളെ ചതിച്ചു. അവൾ ചന്ദ്രദാസിന് ഫോൺ ചെയ്തു. വണ്ടിയെടുത്ത് പുറകെ പോടാ മോനെ. ആ സാഹിബിനെ തിരികെ വിളിക്ക്.
വക്കീലേ, വിശ്വ, പ്രതികാരം വേണ്ട. കേളു റൈറ്ററെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. ഏത് നിയമം? ഇതാ തോറ്റ് നാണം കെട്ട് നിൽക്കുന്ന ഈ നിയമമോ? അടിച്ച് താർക്കിരണ്ട എല്ലാം.